ടി മുഹമ്മദ് ബഷീർ MP ടെലിഫോൺ ലൈൻ ചേരുന്നു. ഇടിക്ക് ഇന്നലെ മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതാണ്. പക്ഷേ അത് നിർബന്ധമായും എടുക്കേണ്ട ഒരു സ്വാഭാവിക നടപടിയാണ്. കാരണം ഈ കമ്പനിയെ ഡീബാർ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമായിരുന്നു. കാരണം ഈ അവിടുത്തെ സാഹചര്യം കൃത്യമായി നാട്ടുകാരടക്കം വിദഗ്ധരടക്കം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ അവർ നേരത്തെ ഉദ്ദേശിച്ച പണിയുമായി മുന്നോട്ട് പോയതിൻ്റെ ഒരു പരിണിത ഫലമാണ് അവിടെ കണ്ടത്. അപ്പോൾ ഈ ഡീബാർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ നിർമ്മാണ കമ്പനി കൃത്യമായി തെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു ബോധ്യപ്പെടൽ കൂടിയാണല്ലോ. കൂടുതൽ നടപടികൾക്ക് ആവശ്യകതയുണ്ടോ? കൂടുതൽ നടപടി വേണമെങ്കിൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ വേണ്ടി വരും? ശ്രീ ടി മുഹമ്മദ് ബഷീർ. അത് ഇപ്പോ ഈ കോൺട്രാക്ടർ ഡിബാർ ചെയ്തു, അതോടുകൂടി തന്നെ മിനിസ്റ്റർ എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നു ഇതിൽ മറ്റ് വല്ല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും വല്ല ന്യൂനതയും വന്നിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണമെന്ന്. മാത്രമല്ല IIT വിദഗ്ധന്മാരെ കൂട്ടിയിട്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും പറഞ്ഞിട്ട് അതും ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ 1-2 ദിവസം കൂടി ചെയ്യുമായിരിക്കും. അപ്പം ആ നിലയിൽ എല്ലാമുള്ള തീരുമാനങ്ങൾ എടുത്തുക ആവശ്യമാണ്. നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ ഇതിന് നാട്ടിലുള്ള ആളുകൾ ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, പിന്നെ പോരായ്മകളുണ്ടെന്ന് അവരുടെ നാടൻ അറിവ് വെച്ചിട്ട് അവർ പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. അപ്പം അത് ഒരു ഗൗരവമായിട്ട് നോക്കാതെ അങ്ങനെ പോയതിൻ്റെ ഒരു പ്രത്യാഘാതമുണ്ട്. ഒന്ന്. രണ്ടാമത്, കേരളം ഏറ്റവും മഴയുള്ള സംസ്ഥാനമാണ്. വലിയ തോതിൽ കെട്ടിപ്പോക്കി അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ലീക്കേജ് മറ്റും വന്നു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുമോ എന്ന് നോക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിലുള്ള സ്റ്റഡി ഉണ്ട്, എൻവയറമെന്റൽ സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ മറ്റു കാര്യങ്ങളുമുണ്ട്. അത് ഇവർ ചെയ്തിരുന്നെങ്കിൽ ഇത് അപകടം പറ്റുമായിരുന്നില്ല. അപ്പൊ അത്തരം പഠനങ്ങൾ ഈ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരിയല്ലോ, നമ്മൾ കണ്ടു കാണുന്ന പോലെയല്ല. അതിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ വരാനുണ്ട്, എങ്ങനെ തടയണം എന്നിത്യാദി കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് തന്നെ ആ ചുമരാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്ന സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അക്കാര്യത്തിൽ അവരുടെ കുറ്റകരമായിട്ട് അനാസ്ഥയെ പറ്റി ഗൗരവമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് തന്നെയാണ്. ഇനി നിർമ്മാണം നടത്തിയിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ. ചെയ്യുമ്പോൾ ഏതെല്ലാം വിധത്തിൽ വേണമെന്ന് ഈ കമ്മിറ്റി കൂടി, ടെക്നിക്കൽ എക്സ്പെർട്സിന്റെ കമ്മിറ്റി കൂടി പറയുന്നത് പ്രകാരം ചെയ്യുമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിൽ അവരുടെ ഭാഗത്ത് പോരായ്മയുണ്ടെന്ന് മാത്രമല്ല, നാട്ടുകാരുടേതായിട്ടുള്ള ഒരു അറിവ്, അവരുടെ പരിചയം, അവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്കിനെ പറ്റിയുള്ള ഒരു ധാരണ, ഇതിനെപ്പറ്റിയെല്ലാം ഉള്ള ആ അറിവും അവർ ആലോചിക്കേണ്ടതായിരുന്നു. ഇവർ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന്. ആ സ്വഭാവത്തിൽ നോക്കുന്ന സമയത്ത് ഏതായിരുന്നാലും ഈ തീരുമാനം ഇങ്ങനെ വന്നു, കുറ്റവാളികൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഇനി ചെയ്യുന്ന വർക്കും കൂടുതൽ അപകടമില്ലാത്ത വിധത്തിൽ ശരിയായ വിധത്തിലുള്ള കാഴ്ചപ്പാടുകളോടുകൂടി എഞ്ചിനീയറിംഗ് ഭാഗത്ത് മേൽപ്പാലമല്ലാത്ത ഒരു ഓപ്ഷനും സാധ്യമാവില്ല എന്നാണ് നാട്ടുകാർ. അങ്ങനെ ഒരു വാശിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നാട്ടുകാരുടെ ഒരു മനസ്സും പ്രതികരണവും കൂടി കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ മുന്നോട്ടുള്ള ഇനിയുള്ള നടപടി? അല്ല, അവരോട് ചോദിക്കണമല്ലോ. അതായത് ഈ ഓരോ ലൊക്കാലിറ്റിയിലെ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ സാഹചര്യങ്ങൾ, മഴ പെയ്താൽ റോഡിൽ വന്ന് കൂടുന്ന വെള്ളം, അത് താഴോട്ട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അനലൈസ് ചെയ്യണമല്ലോ. അത് അവർ ചെയ്തില്ലാത്തതുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അപകടം വന്നത്. ഇനി ചെയ്യുന്ന വർക്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി കണ്ടുകൊണ്ടായിരിക്കണമല്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് എത്രയോ കാലമായിട്ട് നീണ്ടു നിൽക്കേണ്ട ഒരു സംഗതിയല്ലേ. അപ്പൊ ആ കാര്യങ്ങൾ കൂടി പഠിച്ചതിൽ നിന്ന് ഒരു പാഠം അവർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനാവശ്യമായൊരു ധൃതി ഈ പദ്ധതിയിൽ ഉണ്ടായി എന്ന് MP ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ധൃതി ഉണ്ടായെങ്കിൽ അത് ഈ അപകടത്തിന് കാരണമായി കൂടി കരുതേണ്ടി വരും. ആ നിലക്കുള്ള ഒരു നടപടി കൂടി വേണ്ടതുണ്ടോ? അതിലിപ്പോ നമുക്ക് അതിന്റെ സംഗതി നമുക്ക് പറയാനുള്ള അറിവില്ലല്ലോ. അതായത് വർക്ക് വേഗം നീങ്ങണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. ആ ആഗ്രഹിക്കുന്നതിൽ പിന്നെ അതിന്റെ സംഗതി നമുക്ക് അതിനെപ്പറ്റി എന്താ ടെക്നിക്കലായിട്ടുള്ള ഒരു അറിവ് അത് നമ്മുടെ കയ്യിലില്ല. ഏത് വർക്കെല്ലാം സ്പീഡിൽ പോകണം. പക്ഷെ വർക്ക് സ്പീഡിൽ പോകുന്നു എന്നുള്ളത് കൊണ്ട് വർക്കിന്റെ ഗുണമേന്മയെ എഫക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഏത് കാര്യത്തും, ചെറിയ റോഡാവട്ടെ വലിയ ആവട്ടെ എന്ത് സംഗതി ആവട്ടെ, വേഗത്തിൽ സ്പീഡിൽ പോകുന്നു എന്നുള്ളതുകൊണ്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം സംഭവിച്ചെന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ഈ എക്സ്പെർട്ട് കമ്മിറ്റി തീർച്ചയായിട്ടും പരിഗണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.